എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കേരള എഞ്ചിനീയറിംഗ് എക്സാം കീം എക്സാമിന്റെ ഒരു ഡിഫിക്കൽട്ടി സ്റ്റാറ്റസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2019 വരെ ഒരു നോർമൽ റേഞ്ച് പിടിച്ചു വരുന്ന ഒരു എക്സാം ആയിരുന്നു. അത്യാവശ്യം ഭയങ്കര ടഫാണോ എന്ന് ചോദിച്ചാൽ അല്ല, വളരെ ഈസി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനത്തെ ഒരു ലെവലിൽ പോകുന്ന ഒരു എക്സാം ആയിരുന്നു. 2020 കൊറോണ ഇയർ ആയിരുന്നു. ഡിഫിക്കൽട്ടി ലെവൽ ഒന്ന് ഡിപ്പ് ചെയ്തു, അതായത് കുറച്ചുകൂടി ഈസി പേപ്പറായി. 2021 ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തു. 2022 ആയപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച് കുറച്ചുകൂടെ ഒന്ന് കയറുമെന്ന്, പക്ഷെ ഇല്ല, അധികം കയറിയിട്ടില്ല. ഈ 3 വർഷവും ഒരു അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ലെവൽ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കീം എക്സാം 2023 ഒരു സർപ്രൈസ് തന്നു, ഒരു ചാട്ടം ചാടി. ഏകദേശം 2019 കമ്പയറബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ വന്നു. അവിടെ ടെൻഷൻ ആയത്, അല്ലെങ്കിൽ അവിടെ സർപ്രൈസ് ആയത്, ഈ 2020, 2021, 2022 പാറ്റേൺ, ആ 3 പ്രീവിയസ് ഇയർ മാത്രമൊക്കെ പഠിച്ച് ആ പാറ്റേൺ പ്രതീക്ഷിച്ച് പോയ കുട്ടികളാണ്. ഇനി 2024 വരുമ്പോൾ കീം അടുത്ത സർപ്രൈസ് ആയിരുന്നു, ഓൺലൈൻ മോഡിലേക്ക് മാറി. 120 ചോദ്യം, 240 ചോദ്യം ഒന്നും ഇല്ല, വെറും 150 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരും ഡിഫിക്കൽട്ടിയുടെ ക്വസ്റ്റ്യൻ. എങ്ങനെയായിരിക്കും കീം 2024 ഡിഫിക്കൽട്ടി? എൻ്റെ ഒരു പ്രതീക്ഷ ശരിയാണെങ്കിൽ 2023 പേപ്പറിനേക്കാളും ഡിഫിക്കൽട്ട് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അതുപോലെ തന്നെ 9 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് കുറെ ഷിഫ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവർക്ക് തയ്യാറാക്കണം. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? പ്രീവിയസ് ഇയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അധികം ടഫ് ആക്കാനുള്ള സാധ്യത കുറവാണ്. ജെഇഇ മെയിൻ 2019 ഈ ഷിഫ്റ്റ് ബേസ്ഡ് ആക്കിയപ്പോൾ നടന്നത് എന്താണെന്ന് വെച്ചാൽ, അതുവരെ ഉണ്ടായിരുന്ന ജെഇഇ എക്സാംസിനേക്കാൾ ഡിഫിക്കൽട്ടി ഒന്ന് താഴ്ന്നു. ഓക്കെ, അത് തന്നെ ആവണം ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം കോൺഫിഡൻസോടുകൂടി നിങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ നമ്മുടെ പരിപാടി 2023 പേപ്പറിൽ വന്ന ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചില ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് പരിചയപ്പെടുക എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും എക്സാമിന് വരും, ഗ്യാരണ്ടീഡ് ക്വസ്റ്റ്യൻസ് ആണ്. ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 10 ക്വസ്റ്റ്യൻ ആണ് വന്നത്. 120 10 ക്വസ്റ്റ്യനും ലൈൻസ്. അപ്പൊ പെട്ടെന്ന് ഒരു നോട്ട്ബുക്കും പേനയും എടുത്തുകൊണ്ട് 1 മിനിറ്റ്, ആ 1 മിനിറ്റ് സമയത്ത് നമുക്ക് ചെറിയൊരു അനൗൺസ്മെന്റ് ഉണ്ട്, അതും കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അക്കാഡമി നടത്തിയ ആരംഭ ഇവന്റ് നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഒരുപാട് ഓഫേഴ്സ്, ഒരുപാട് സർപ്രൈസസുമായിട്ടാണ് അവര് വന്നിരിക്കുന്നത്. അതിലൊന്നാമത്തേത് അവരുടെ 40,000 രൂപ വില മതിക്കുന്ന IIT JEE/NEET കോച്ചിങ് ക്ലാസ്സുകൾ ഇനി മുതൽ 4,999 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. 2025, 2026 ബാച്ച് സ്റ്റുഡൻസിന് വേണ്ടി നിരവധി ബാച്ചുകളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നിംബസ്, നെക്സസ്, ഫീനിക്സ് തുടങ്ങിയ ഓൺലൈൻ ബാച്ചുകളും ഓഫ്ലൈൻ ആയിട്ട് ബെസ്റ്റ് ഫാക്കൽറ്റീസ് ചെയ്യുന്ന ഫാൽക്കൺ, സ്വിഫ്റ്റ്, മാവറിക് തുടങ്ങിയ ബാച്ചസും അവർ കൊണ്ടുവരുന്നുണ്ട്. ഏപ്രിൽ 17 മുതൽ ക്ലാസ്സസ് ആരംഭിക്കുന്ന ഈ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും തുടരുകയാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, ഡിജിറ്റൽ നോട്ട്സ്, PYQs, ഡൗട്ട് സോൾവിംഗ് സെഷൻസ് തുടങ്ങിയവയെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബാച്ചുകളിലെയും ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഓഫ്ലൈൻ കോച്ചിങ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എല്ലാ അക്കാഡമി സെന്റേഴ്സിലും നിങ്ങൾക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് ആംഗിൾ ബൈസെക്ടർ. ഓക്കെ, ഇക്വേഷൻ ഓഫ് ആംഗിൾ ബൈസെക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഇപ്പോ സൈഡിൽ കാണാൻ പറ്റുന്നത്, സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ ഞാനൊന്ന് എഴുതാം. ഇപ്പൊ ഒരു ലൈനിന്റെ ഇക്വേഷൻ a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0യും a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0യും ആണെങ്കിൽ ഇവരുടെ ആംഗിൾ ബൈസെക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. a1x പ്ലസ് b1y
plus c1 divided by root of a1 square plus b1 square equal to a2x plus b2y plus c2 divided by root of a2 square plus b2 square. ഇതൊന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തിടുക. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ അങ്ങ് തറോ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ ടു സൈഡ്സ് AB and AC of a triangle are along 4x minus 3y എന്തോ ആവട്ടെ 3x plus 4y, then the equation of angle bisector between AB and AC. അപ്പൊ ആദ്യം നമുക്ക് ഉഡായിപ്പ് ഉപയോഗിക്കണ്ടേ? വേണം. ഓക്കെ, ഉഡായിപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇത് അന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്തായാലും രണ്ട് ലൈൻ ഉണ്ട്. ആംഗിൾ ബൈസെക്ടർ വരണമെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ച് കൂട്ടി മുട്ടണോ വേണ്ടേ? മുട്ടണം. അപ്പൊ ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4x മൈനസ് 3y ഈക്വൽ ടു 17ഉം മറ്റേ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3x പ്ലസ് 4y ഈക്വൽ ടു 19ഉം. നമുക്ക് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണ്ടേ? രണ്ട് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിച്ചാൽ പോരെ? കണ്ടുപിടിക്കാം. ഇതിനെ ഇൻറ്റു 3 ചെയ്യും മക്കളെ, ഇതിനെ ഇൻറ്റു 4 ചെയ്യും മക്കളെ. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടത്തില്ല. ഇതിനെ ഇൻറ്റു 3 ചെയ്യുമ്പോ 12x മൈനസ് 9y ഈക്വൽ ടു 51 അക്ഷരാളി. 12x ചെറിയെന്ന് വിളിച്ചല്ല, അതൊരു ശ്ലോകത്തിന്റെ ഏതോ പാർട്ടാണ്. പ്ലസ് 16y ഈക്വൽ ടു 40, 36, 76. എന്ത് വേണോടെ? 1 2 2 3 ഒക്കെ മൈനസ് ചെയ്യും. ഇത് ഞാൻ ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ മൈനസ് ചെയ്യാണ്. 12x പോവും. 16y മൈനസ് 9y 25y ഈക്വൽ ടു 76 മൈനസ് 51 25. y ഈക്വൽ ടു 1. y ഈക്വൽ ടു 1 ഇട്ട് കൊടുത്താൽ എക്സിന്റെ വാല്യൂ എന്ത് വരും? ഇവിടെ ഇട്ട് കൊടുക്കാം. 4x ഈക്വൽ ടു 17 പ്ലസ് 3 20. എക്സ് എന്ന് പറയുന്നത് 5. അപ്പൊ ആ പോയിന്റ് എന്ന് പറയുന്നത് 5,1. ഈ 5,1 എടുത്തിട്ട് ഏത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടുമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഡി ഓപ്ഷൻ നോക്കുക. എക്സ് ഈക്വൽ ടു y, 5 ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പൊട്ടനല്ലേ? അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്. ഡി ഓപ്ഷൻ അല്ല. എ ഓപ്ഷൻ നോക്കി. എക്സ് പ്ലസ് 7y പ്ലസ് 2. എക്സ് എന്ന് പറയുന്നത് 5 പ്ലസ് 7 12 പ്ലസ് 2 ഈക്വൽ ടു 0 14 ഈക്വൽ ടു 0. തെറ്റല്ലേ? ആണ്. എ അല്ല. അപ്പോ ഇനി ബി നോക്ക്. 7x എന്ന് പറഞ്ഞാൽ 35 മൈനസ് 1 34 മൈനസ് 36 34 മൈനസ് 36 മൈനസ് 2. അതും തെറ്റ്. ഇനി സി ഓപ്ഷൻ 7x 35 മൈനസ് 1 അതായത് 34 പ്ലസ് 36 ഇസ് ഈക്വൽ ടു 0. 34 36 കൂട്ടി 70 വരും. മണ്ടൻ. ഈ ഓപ്ഷൻ എക്സ് 5 മൈനസ് 7 മൈനസ് 2 ആയി. 5 മൈനസ് 7 മൈനസ് 2 മൈനസ് 2 പ്ലസ് 2 ഈക്വൽ ടു 0. ശരി, ഈ ഓപ്ഷൻ കറക്റ്റ് ആൻസർ. മാർക്ക് ചെയ്യാൻ പോവാ. അപ്പൊ ഈ ഇക്വേഷൻ ഓഫ് ആംഗിൾ ബൈസെക്ടർ അറിയാത്തവനും ഇത് ചെയ്യാൻ പറ്റും. ഇനി അറിയുന്നവൻ എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അറിയുന്നവൻ സിമ്പിൾ ആയിട്ട് നമ്മളെ നേരത്തെ പറഞ്ഞ സാധനം ഉപയോഗിക്കും. അത് എങ്ങനെ ഉപയോഗിക്കും? 4x മൈനസ് 3y മൈനസ് 17 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 16 9 25 ഈസ് ഈക്വൽ ടു 3x പ്ലസ് 4y മൈനസ് 19 ഡിവൈഡഡ് ബൈ റൂട്ട് 25. വെട്ട് തട്ട്. 4x മൈനസ് 3x വെറും x മൈനസ് 3x മൈനസ് 3y മൈനസ് 4y മൈനസ് 7y മൈനസ് 17 പ്ലസ് 19 പ്ലസ് 2. ഏത് ഓപ്ഷൻ? ഈ ഓപ്ഷൻ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഒരു കോൺസെപ്റ്റ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ 4 മാർക്ക് നമ്മുടെ ചാനലിൽ ഇപ്പൊ കാണുന്ന എല്ലാവർക്കും നമ്മുടെ വക. അടുത്തൊരു ഇക്വേഷനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഹൗ ടു ഫൈൻഡ് ദി ഓർത്തോ സെന്റർ ഓഫ് എ ട്രയാങ്കിൾ. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ അറിയേണ്ടുന്ന പോയിന്റ് എന്താണ് ഓർത്തോ സെന്റർ. ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഈ പോയിന്റിൽ നിന്ന്, ഈ വെർട്ടിസിൽ നിന്ന് ഈ ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ ആവണം, വേറെ റാൻഡം ലൈൻസ് ഒന്നുമല്ല, പെർപെൻഡിക്കുലർ ആവണം. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങനെയും വരച്ചു. 3 പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. ഈ 3 പെർപെൻഡിക്കുലേഴ്സും കൂടെ പോയി മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ ഓർത്തോ സെന്റർ എന്ന് വിളിക്കുന്നത്. സിമ്പിൾ അല്ലേ മക്കളെ? ആർക്കെങ്കിലും മനസ്സിലാവാതുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ആ വീഡിയോ ഒന്നുകൂടെ ഒന്ന് പുറകോട്ടിടുക, ഒരു 10 സെക്കൻഡ് പുറകോട്ടിടുക, ഒന്നുകൂടെ കേൾക്കുക.
3 പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, 3 പെർപെൻഡിക്കുലറും കൂടെ കൂട്ടി മുട്ടുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഓർത്തോ സെന്റർ എന്ന് വിളിക്കുന്നത്, അല്ലേ? അതെ, ഓക്കെ. അപ്പൊ ഇത് കണ്ടുപിടിക്കാനല്ല, ഇതിന്റെ ഒരു വകഭേദമാണ് ഈ ഒരു ചോദ്യം. നിങ്ങൾ അതൊന്ന് തനിയെ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞുതരും, എന്തായാലും ഞാൻ പറഞ്ഞുതരും. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ വീഡിയോ ലെങ്ത് ലേശം കൂടുന്നുണ്ട്, പക്ഷെ പോട്ടെ, നിങ്ങൾക്ക് വേണ്ടി എന്തും. ഓക്കെ. If 2, -6, 5, 2, -2, -2 constitute the vertices, then the line joining origin and orthocenter is. അപ്പോൾ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ആരാണ്? ഓർത്തോസെന്റർ അറിയാത്തവരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉഡായിപ്പ് നടത്തണം, അല്ലേ? അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ഉഡായിപ്പ് നടത്തും? അത് ബേസിക്. നിങ്ങളൊരു പൊട്ടനാന്ന് വിചാരിക്കുക, വെറും പൊട്ടൻ, ഒന്നും അറിയത്തില്ല. നിങ്ങൾ വെറുതെ വഴി കൂടെ പോയപ്പോൾ അപ്ലൈ ചെയ്തു, വെറുതെ ഈ സെന്ററിൽ പോയി ഇരുന്നു, വെറുതെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. അപ്പൊ നിങ്ങൾ നോക്കുന്നു, നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെയുള്ള നോളജേ ഉള്ളൂ എന്ന് വിചാരിക്കുക. 3 പോയിന്റ് തന്നിരിക്കുന്നു, അതൊരു ട്രയാങ്കിൾ ആണെന്ന് തന്നിരിക്കുന്നു, ഒറിജിനും ഓർത്തോ സെന്ററും തമ്മിലുള്ള ഇത് കണ്ടുപിടിക്കാൻ പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ഏറ്റവും ചെറിയ കുട്ടി, ഞാനിപ്പോൾ LKG പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ അവൻ പറയും നമുക്ക് അതൊന്ന് പ്ലോട്ട് ചെയ്യാം. അപ്പോ 2 - 6, എക്സില് 2, ഇത് 1 ആണെങ്കിൽ ഇത് 2 ആണെങ്കിൽ ഇത് 3 ആണെങ്കിൽ ഇത് 4 ആണെങ്കിൽ ഇത് 5 ആണ്. അപ്പൊ എക്സില് 2ഉം വൈയില് -6ഉം 2, -6. ഗുഡ് ബോയ്. അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ്. അടുത്തത് 5, 2, എക്സില് 5ഉം വൈയില് 2ഉം 5, 2. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് -2, -2. എക്സില് -2 ആണ് മക്കളെ, വെറും 2 അല്ല, -2. എക്സില് -2, വൈയില് 2. ഈ ഒരു പോയിന്റ്. ഓക്കെ, -2, 2. അപ്പൊ ഇത് 3 ചേർത്തുണ്ടാക്കുന്ന ഒരു ട്രയാങ്കിൾ ആണ് നമ്മുടെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്ററും ഒറിജിനും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ വൃത്തികെട്ട ക്വസ്റ്റ്യൻ മേക്കർ പാവം പിള്ളേരെ പറ്റിക്കാനായിട്ട് ഓരോന്ന് എഴുതി വെക്കും. 2023 പോയി ഇരുന്ന് എഴുതിയവന്മാരെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കരച്ചിൽ വരും. പക്ഷെ ഇത് വിയർപ്പാണ്, കരച്ചിലല്ല. അപ്പോൾ ബേസിക് ആയിട്ട് ഓർത്തോ സെന്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഒരു പെർപെൻഡിക്കുലർ. അപ്പൊ ഈ വരയിൽ എവിടെയോ തന്നെ ഉടായ്പെട്ടിട്ടാണേ പറയുന്നത്, ഈ വരയിൽ എവിടെയോ ഇതിൽ നിന്നും ഒരെണ്ണം ജോയിൻ ചെയ്യും, ഇതിൽ നിന്നും ഒരെണ്ണം ജോയിൻ ചെയ്യണ്ടേ? അപ്പൊ ഈ ഒരു ലൈനിൽ എവിടെയോ തന്നെ ആവണം ഓർത്തോ സെന്റർ വരുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ലൈൻ എന്ന് വെച്ചാൽ x2 ആണ്. ഈ ഒരു ലൈനിൽ x എന്ന് പറയുന്നത് 2 ആണ്, അല്ലേ? അതെ, x എന്ന് പറയുന്നത് 2 ആണ്. ഇനി ആ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. x + 4y. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം y ഏകദേശം പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവിന്റെ ചെറിയൊരു ഇത്. ഈ മേഖലയിൽ എവിടെയോ y വരണം എന്തായാലും. അപ്പോ x + 4y = 0. x പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം, വൈയും പോസിറ്റീവ് ആവാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ എക്സും 4y കൂടെ കൂട്ടിയാൽ 0 വരിക എന്ന് പറയുന്നത് തെറ്റാണ്. 2 പോസിറ്റീവ് നമ്പേഴ്സാണ് കൂട്ടുന്നത്. x - 4y പിന്നെ സാധ്യതയുണ്ട്, 4x - y സാധ്യത കുറവാണ്. കാരണം x 2 ആണ്, 4x എന്ന് പറയുമ്പോൾ 8 വരും, -4y = 0 എന്ന് പറയുമ്പോൾ y എന്ത് വരണം? അതിനകത്ത് y 2 വരണം. y 2 എന്ന് പറയുമ്പോൾ ഈ പോയിന്റാ. ഒരിക്കലും ഓർത്തോ സെന്റർ ആ പോയിന്റിൽ വരുമല്ലോ, കാരണം ഇത് പോയി അവിടെ പെർപെൻഡിക്കുലർ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് 4x - y ഒഴിവാക്കാം. 4x + y വീണ്ടും പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ്. x - y ആവാൻ ചാൻസ് കുറവാ. വീണ്ടും x = 2 ആണ് നമുക്ക് കിട്ടിയ, 2, 2 ആവാനുള്ള സാധ്യത 4x കുറവാണ്. അപ്പൊ ബാക്കി ആകെയുള്ള ഒരു ഓപ്ഷൻ x - 4y = 0 ആണ്. അത് ആവാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്തെടുക്കാം. നിങ്ങൾ ഓർത്തോ സെന്റർ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. എങ്ങനെ ഓർത്തോ സെന്ററിന്റെ ഒരു ചോദ്യം ചെയ്യും, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. സിമ്പിൾ ആയിട്ട് അത് നമ്മൾ ഒന്നുകൂടെ പ്ലോട്ട് ചെയ്യുന്നു. ഏതൊക്കെ? -2, 2,
5 to 2 minus 6. Okay, minus 2 to 5 to 2 minus 6. സിമ്പിൾ ആണ്. അപ്പോ ഇതിന്ന് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ, ഇതിന്ന് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ, ഇതിന്ന് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ. എനിക്ക് വേണ്ടത് ഈ ഒരു പോയിന്റ് ആണ്. എന്നിട്ട് വേണം എനിക്ക് ഇവനുമായിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. ഈ ലൈനിന്റെ സ്ലോപ്പ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? y2 minus y1, അതായത് 2 minus minus 6 divided by 5 minus 2, അതായത് 8/3. അതാണ് ഈ ലൈനിന്റെ സ്ലോപ്പ്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഇവനായിട്ട് തിരിച്ചു കൊടുത്തിട്ട് ഒരു മൈനസ് കൂടി ഇട്ടാൽ മതി. -3/8 ആണ് ഈ പറയുന്ന ലൈനിന്റെ, ഈ ആശാന്റെ സ്ലോപ്പ്. അതെന്തുകൊണ്ടാണ്? രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് ഉണ്ടെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് S1 ഇതിന്റെ സ്ലോപ്പ് S2 ആണെങ്കിൽ S1 into S2 എന്ന് പറയുന്നത് -1 വരും. ഇപ്പൊ ഇവിടെ നമ്മുടെ S1 ആയിട്ട് 8/3 ആ കിട്ടിയത്. 8/3 S2 is equal to -1. അപ്പൊ S2 എന്ത് വരണം? -3/8. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ബേസിക്സ് അറിയാമെങ്കിൽ കിട്ടും. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് -3/8. അതേപോലെ ഈ ലൈനിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. 2 minus -6 എന്ന് പറഞ്ഞാൽ 8 ആണ്. -2 minus 2 എന്ന് പറഞ്ഞാൽ -4 ആണ്. അത് -2 വരും. ഇത് ആണ് -2 ആണ് ഈ ലൈനിന്റെ സ്ലോപ്പ്. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ത് വരും? 1/-2, അതിന്റെ മൈനസ് കൂടെ പ്ലസ് 1/2. ഈ ലൈനിന്റെ സ്ലോപ്പ് 1/2. നമുക്ക് ഈ പോയിന്റിനെ x, y എന്ന് എടുക്കാം. ഓക്കെ, ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചപ്പോ ഈ ലൈനിന്റെ, അതിന്റെ പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് കിട്ടി. ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചപ്പോ അതിന്റെ പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് കിട്ടി. ഇനി x, yയും 5, 2ഉം തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിന്റെ സ്ലോപ്പ് നമുക്കറിയാം 1/2. അപ്പൊ ആ ലൈനിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. y -2 divided by x -5 is equal to 1/2. അതിൽ നിന്ന് 2y - 4 equal to x - 5. 2y - x equal to -1. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കിടക്കട്ടെ. അതേപോലെ ഈ ഒരു ലൈനും ഉണ്ട്. x, yയും -2 കൂടെ മീറ്റ് ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പും നമുക്കറിയാം -3/8. അപ്പൊ -3/8 is equal to y -2 divided by x plus 2. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പോട്ടേന്ന് വെക്കി, അടുത്ത് പിടിക്കാം. -3x -6 is equal to 8y - 16. ഇത് തന്നെ 3x അങ്ങ് അപ്പുറത്ത് വിട്ട 8y + 3x ഈക്വൽ ടു 16 - 10. ഇക്വേഷൻ 2. ഇത് രണ്ടും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. ഇതേ ഇൻറ്റു 3 ചെയ്യും മക്കളെ, അല്ലെങ്കിൽ 4 ചെയ്യും മക്കളെ. 8y - 4x is equal to -4. എന്നിട്ട് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. 7x ഈക്വൽ ടു 14, x is equal to 2. അത് നമുക്ക് നേരത്തെ അറിയാം. ഇത്ര ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. x നേരെ 2 ഇട്ട് കൊടുത്താൽ y കിട്ടുമായിരുന്നു. പോട്ടെ എന്തായാലും. അപ്പൊ ഇവിടെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. y -2 divided by 2 - 5 എന്ന് പറയുമ്പോൾ -3 is equal to 1/2. 2y - 4 is equal to, ഇതാണ് ഇതിലിട്ട് കൊടുക്കുക. 2y - 4 is equal to -2. 2y equal to 4 - 2, 2. y equal to 1 ആണോ? 4 - 2, y equal to 1 എന്ന് കിട്ടി. ഇത് ഇതിനകത്ത് പെട്ട് കൂട്ടി കൊടുത്താലും എന്ത് വരും? 8y - 8 is equal to -4. 8 - 4 4. y equal to 1 4 1/2 എന്നാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് എന്ത് മിസ്റ്റേക്കാ പറ്റിയേ? എന്തെങ്കിലും മിസ്റ്റേക്ക് ഇതിലുണ്ടോ? 2y - 4 is equal to x - 5 -3 ഇവിടെ. ഓക്കെ, -3 ആണ്. -3 + 4 1. അപ്പോൾ y equal to 1/2 എന്ന് വരും. y equal to 1/2 എന്ന് വരും. അപ്പോൾ ഇപ്പൊ നമുക്ക് ഈ പോയിന്റ് കിട്ടി 2, 1/2. ഇനി നമുക്ക് ആകെ വേണ്ടത് 0, 0യും 2, 1/2 തമ്മിലുള്ള ഇക്വേഷൻ ആണ്. y equal to mx plus c. m എങ്ങനെ? 1/2 - 0 divided by 2 - 0 into x. y equal to 1/4 x. 4y equal to x.
x minus 4y equal to 0. ഏത് ഓപ്ഷൻ? ബി ഓപ്ഷൻ. നമ്മൾ ആദ്യം ഉടായ്പ വെച്ച് കണ്ടുപിടിച്ച ഓപ്ഷൻ തന്നെ അവസാനം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇന്ന് പഠിച്ചു. ഇക്വേഷൻ ഓഫ് ആംഗിൾ ബൈസെക്ടറും ഓർത്തോസെൻറ്ററും രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഭയങ്കര ചൂട്, അതുകൊണ്ട് വിയർത്ത് കുളിച്ചിട്ടുണ്ട്. കുളിക്കുന്നു, വിയർത്ത് കുളിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ